ഗ്രൂപ്പ് സ്റ്റേജ് വന്നുകൊണ്ട് ആദ്യം ഗ്രൂപ്പ് വന്നുകൊണ്ട് 4 ഗ്രൂപ്പായിട്ട് ABCD ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ A വന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ അയനാവരം, B വന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ റണ്ണർ പൂന്നമല്ലി, സെമി ഫൈനലിസ്റ്റ് വന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വേലാശ്ശേരിയും തേർഡായിട്ട് വന്ന വേലാശ്ശേരിയും തിരുവറ്റിയൂരുമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്വാർട്ടർ ഫൈനലായിട്ട് വന്ന 4 ടീമുകൾ നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ട് ലോട്ട് എടുക്കാൻ പോവാം. ആ ലോട്ടിന്റെ ലിസ്റ്റാണ് ഇത്, നിങ്ങൾക്ക് കാണാം. അത് വന്നുകൊണ്ട് കേളമ്പാക്കം, സെന്റ് തോമസ് മൗണ്ട്, കോവൽ പതാകൈ ആൻഡ് നൂത്തഞ്ചേരി. മടക്കി മടക്കണ്ട. ഇതില് ഫസ്റ്റ് വരുന്ന ആള് വിൽ കം ടു ഗ്രൂപ്പ് എ, സെക്കൻഡ് ബി, തേർഡ് സി, ഫോർത്ത് ഡി, അങ്ങനെ വരും. അപ്പൊ ആദ്യത്തെ ലോട്ട് നമ്മള് അച്ഛനെ കൊണ്ട് തന്നെ നൂത്തഞ്ചേരി. അപ്പൊ രണ്ടാമത്തെ ലോട്ട് നിങ്ങൾ ആരെങ്കിലും വന്ന് ജസ്റ്റ് മോള് യു ജസ്റ്റ് റീഡ് ദ ഷോ. കോവിൽ പതാകൈ. അപ്പൊ മൂന്നാമത്തെ ഒരു മിനിറ്റ് അത് കോവിൽ പതാകൈ. സെന്റ് തോമസ് മൗണ്ട്. അപ്പൊ നാലാമത്തെ നമ്മള് ഇതിൽ തന്നെ അതിന് ശേഷം നമ്മള് മൊത്തം ടീംസ് അനൗൺസ് ചെയ്തില്ല. കേളമ്പാക്കം. മൊത്തം എത്ര ടീമുണ്ട്? 14. അത് ഏതൊക്കെ ടീംസ് ആണെന്ന് ഇനിയിപ്പോ ഈ ഇപ്പെടുത്തത് പറയണ്ട. അപ്പൊ അയനാവരം, പൂന്നമല്ലി, വേലാശ്ശേരി, തിരുവറ്റൂർ, കേളമ്പാക്കം, സെന്റ് തോമസ് മൗണ്ട്, നൂത്തഞ്ചേരി, കോവിൽ പതാകൈ, കോടമ്പാക്കം, പോണ്ടിച്ചേരി, മൊഗപ്പേർ, അത്തിപ്പറ്റ്, വത്സർവാക്കം ആൻഡ് കീഴ്ക്കട്ടൽ. അമ്പത്തൂർ വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പരിക്കൊക്കെ പെരമ്പൂർ 2 വർഷമായിട്ട് വരുന്നില്ല. പോണ്ടിച്ചേരി വന്നു ഈ വർഷം പോണ്ടിച്ചേരി. അപ്പൊ ഇനി നമ്മള് അടുത്ത 6 ടീം, അത് കോടമ്പാക്കം, പോണ്ടിച്ചേരി, മൊഗപ്പേർ, അത്തിപ്പറ്റൻ, വത്സർവാക്കം, കീഴ്ക്കട്ടലയാ. ഇനി അടുത്ത ഇതില് നമ്മള് ലോട്ടായിട്ട് ഇട്ടിട്ട് ഇത് കണക്ക് തന്നെ ABCD എന്നാവും. ഡി വരുമ്പോ സിയും ഡിയിലും 3 ടീമേ വരത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നടത്തിയേക്കണം. AB 4 ടീം. AB 4 ടീം. നമുക്ക് 2 ടീമും കൂടെ വരുവാണെങ്കിൽ കറക്റ്റാണ്. അത് വരാത്തോണ്ട്
നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത കണക്ക് തന്നെ ABCD ആയിട്ട് പോവുക. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് എയിലെ ആദ്യത്തെ ഇത് മൊത്തം 6 ടീമുകൾ 6 ടീമുണ്ട്. 6 ടീം. ഇനിയിപ്പോൾ ബി ടീമിലോട്ട് എടുത്തു. പോണ്ടിച്ചേരി. കൊണ്ട് ഇത് ഡി ആണ്. അത്തിപ്പേട്ട്. ഈ ഗ്രൂപ്പ് എ ആണ്. ഈ ഗ്രൂപ്പ് എയിലെ മോനെ കോടമ്പാക്കം. അപ്പൊ ഇനിയുള്ളത് നമ്മള് കീഴ്ക്കട്ടല്ല. അപ്പൊ ഇത് വന്നിട്ട് ലാസ്റ്റ് 2 ടീമുകൾ വന്നിട്ട് എയിലും ബിയിലാണോ വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട്? ലാസ്റ്റ് 2 ടീമിൽ എയും ബി നമ്മൾ ഇനിയും ആരെങ്കിലും ഒരു ടീം വരുവാണെങ്കിൽ അടുത്തത് നമ്മള് സിയിലോട്ട് ഇല്ല. പിന്നെ നമ്മള് മാക്സിമം വരുവാണെങ്കിൽ ആരും ഇതുവരെയ്ക്കും ഒന്നും പറഞ്ഞില്ല. എന്തോ അടുത്ത 2 ടീമിനെ ഇപ്പൊ ഞാൻ വായിക്കട്ടെ. ഞാൻ വായിക്കട്ടെ. അപ്പൊ ഗ്രൂപ്പ് എയിലുള്ള ടീംസ് അയനാവരം, നൂതൻചേരി, വത്സരവാക്കം, കോടമ്പാക്കം. ഗ്രൂപ്പ് ബിയിലുള്ള പൂന്നമല്ലി, കോവിൽ പതാകെ, മൊഗപ്പേർ, കീൽക്കട്ട്ലെ. ഗ്രൂപ്പ് സിയിലുള്ള വേലാച്ചേരി, സെന്റ് തോമസ് മൗണ്ട്, പോണ്ടിച്ചേരി. ഗ്രൂപ്പ് ഡി തിരുവട്ടിയൂർ, കേളമ്പാക്കം, അത്തിപ്പറ്റ്. ഇനി ക്വാർട്ടർ ഫൈനൽസ് വരുന്നത് A11 A ടോപ്പ്, 2 C സെക്കൻഡ്, 1-2. സോ അതാണ് ഞാൻ പറഞ്ഞത്. അന്നേരം നമുക്ക് 2 പേര് കഴിഞ്ഞ വർഷത്തെ വരാൻ ചാൻസ് ഇല്ല. അതേപോലെ അടുത്ത ക്വാർട്ടർ ഫൈനൽ A12 C11, A സെക്കൻഡ്, C ഫസ്റ്റിൽ വരുന്ന ടീമായിട്ട് സെയിം. B11 D12, B12 D11 ക്വാർട്ടർ ഫൈനൽ. പിന്നെ സെമി ഫൈനൽസ് അത് ഫസ്റ്റ് മാച്ച് Q1 Q2 Q3, അതായത് എയും സിയും വരുന്ന ടീമാണ് Q1 വരുന്നത്. ഐ ഹാവ് ദ പിക്ചർ. നമ്മളെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം ഫോട്ടോ എടുത്ത് ഇഫ് യു വാണ്ട് ടു ടേക്ക്. ഇനി മാച്ചസ് ടൈമിങ്സ് ചില ടീംസുകൾ അവർക്ക് കുറച്ച് സജഷൻസ്, അതായത് സജഷൻസ് അല്ല, അവരുടെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഉണ്ട്. അതായത് പോണ്ടിച്ചേരിയിൽ നിന്ന് വരുന്ന ടീം ഫസ്റ്റ് ടൈമാണ് അവർ വരുന്നത്. അപ്പം അവർക്ക് 2 പ്രാവശ്യം വന്നു പോകാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അവർ ഫസ്റ്റ് ഡേ സാറ്റർഡേ മോർണിംഗ് ഈവനിങ്ങുമായിട്ട് അവരുടെ മാച്ചസ് തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്ക് 3 മാച്ചുള്ളൂ. അപ്പം വേലാച്ചേരി, സെന്റ് തോമസ് മൗണ്ട്, പോണ്ടിച്ചേരിയാണ് പറഞ്ഞത്. അപ്പം സെന്റ് തോമസ് മൗണ്ടിന് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. സാറ്റർഡേ മോർണിംഗ് ഈവനിങ്സ് ആയിട്ട് മാച്ച് തീർക്കാം. അതേപോലെ തന്നെ വേറെ ഒന്നാണ് കോവിൽ പതാക ടീം ഈസ് നോട്ട് അവൈലബിൾ ഓൺ 21st and 22nd. അതായത് ഫസ്റ്റ് 2 days ഇല്ല. അവരെന്തോ ഇതിന് പോകുന്നു, മിഷൻ അപ്പീലിന് പോവാണ്. സോ ദേ വാണ്ട് their matches to be on 28 സാറ്റർഡേ. നോർമലി സാറ്റർഡേ മോർണിംഗ്സ് നമ്മൾ മാച്ച് വെക്കാറില്ല, ഈവനിങ്സ് ആണ് ക്വാർട്ടർ ഫൈനൽസ് വെക്കാറില്ല. അത്രയും ടൈമിങ്സ് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, നമുക്ക് സാറ്റർഡേ മോർണിംഗ് ഇല്ലായിരുന്നു.
സോ വി വിൽ ട്രൈ ടു അതിനകത്തുള്ള ടീംസ് പറഞ്ഞാൽ ഊന്നമല്ലി ഉണ്ട്, കോൽപതാക ഉണ്ട്, മുഖപ്പേറുണ്ട്, കീഴ്ക്കട്ടിലുണ്ട്. നമ്മുടെ ടീമിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ബാക്കിയുള്ള മാച്ചസ് ഒക്കെ അവർ 3 മാച്ച് കളിക്കുള്ളൂ. അതാണ് 3 മാച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനൽ. അടുത്തത് വേണം. അവര് ജയിച്ചു വരുവാണെങ്കിൽ ആ റിസ്ക് അവർക്ക് അറിയാം. പറഞ്ഞിട്ടുണ്ട്. അതിന് അധികം സമയമില്ല. ഈ മീറ്റ്